നമ്മളിപ്പോൾ ഉള്ളത് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലാണ്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായി നിഷ സാബുവും വൈസ് പ്രസിഡന്റായി അന്തോണി രാജുമാണ് ചുമതലയേറ്റിരിക്കുന്നത്. എന്നുണ്ട്? സന്തോഷമാണോ? സന്തോഷമാണ്. സന്തോഷമാണ്. ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒട്ടേറെ ചെയ്യേണ്ടതുണ്ട്. കാരണം ചിന്നക്കനാൽ പഞ്ചായത്ത് അപേക്ഷിച്ച് ഹൈക്കോടതിയുടെ വിമർശനം കേട്ടതാണ് ഈ മാലിന്യം നിക്ഷേപ പ്രശ്നങ്ങളെല്ലാം തന്നെ. എങ്ങനെയുണ്ട്? ഞാൻ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇടപെടും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഞങ്ങൾ വീണ്ടും അത് ഒന്നും കൂടി പുനർജീവിപ്പിച്ച് അതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിൽ ഏർപ്പെടും. പിന്നെ ചിന്നക്കനാൽ അപേക്ഷിച്ച് റോഡുകളുടെ ശോചനീയാവസ്ഥ വളരെയധികം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ചിന്നക്കനാൽ പഞ്ചായത്തിലേക്ക് കയറുന്ന ആ ഭാഗങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പൊളിച്ച് കിടക്കുന്ന വർഷങ്ങളായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടാവും? നമ്മൾ MLA ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അത് റീടെൻഡറിന് വെച്ചിട്ടുണ്ട്. 2-3 മാസത്തിനുള്ളിൽ അതിന്റെ കാര്യങ്ങളെല്ലാം നടപടിയിലാകും. എന്തൊക്കെയാണ് ഇനി പുതിയ പദ്ധതികൾ? ഇപ്പോൾ പ്രസിഡന്റ് ചുമതലയേറ്റിട്ടുണ്ട്. വലിയ ദൗത്യം തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു ഭരണ തുടർച്ച വേണം എന്നൊക്കെ തന്നെയാണല്ലേ പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ റോഡിന്റെ നിർമ്മാണം, പിന്നെ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം, കൊളുക്കുമല ടൂറിസം മേഖലയായ ഈ കൊളുക്കുമലയ്ക്ക് ഉള്ള ഡ്രൈവർമാരുടെ പ്രവർത്തനങ്ങൾ, അതിലെല്ലാവരും പങ്കെടുത്ത് അവരുമായിട്ട് നല്ലൊരു ചർച്ചയിൽ ഏർപ്പെട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോഡ് എല്ലാ ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും, അവർക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ കക്ഷിയൊന്നും നോക്കാതെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം. നമ്മുടെ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യും. ഏതായാലും ചിന്നക്കനാൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ? കുടിവെള്ളക്ഷേമമുണ്ട്. ചിന്നക്കനാൽ ഒട്ടും കുടിവെള്ളക്ഷേമമാണ്. അതിൻ്റെ ഒരു തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ പ്രസിഡന്റും ഞാനും കൂടിയിട്ട് നല്ല ഒരു ആലോചന ചെയ്ത് കുടിവെള്ളക്ഷേമം നല്ല രീതിക്ക് ഇല്ലാതെ കുടിവെള്ള തട്ടുപ്പാടില്ലാത്ത രീതിക്ക് ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് ഞങ്ങളുടെ തീരുമാനം എടുത്തിട്ടുള്ളത്. പിന്നെ അതില്ലാതെ ഈ റോഡിൻ്റെ ചിന്നക്കനാൽ ഒട്ടും റോഡ് തകർന്നു കിടക്കുകയാണ്. ആ റോഡിനെ നല്ല രീതിക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ഇപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ MLA ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് MLA അടുത്ത് വിളിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി റോഡിനെ നല്ല രീതിക്ക് ഇപ്പോൾ പൗറോസ് റോഡുണ്ട്. കൊളുക്കുമലയിൽ പോകുന്ന വഴിക്ക് സൂര്യനെല്ലിൽ നിന്ന് നാഗമല വരെ റോഡ് തകർന്നു കിടക്കുകയാണ്. അതുപോലെ പാപ്പാത്തി വഴിക്കുള്ള റോഡും തകർന്നു കിടക്കുക. അതെല്ലാം നല്ല രീതിക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും. പിന്നെ ടൂറിസ്റ്റ് മേഖലയെ പുറത്തുള്ള കൊളുക്കുമലയിൽ പോകുന്നത് ടൂറിസ്റ്റിനെ നല്ല ഡെവലപ്പാക്കണം. ഈ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ ചെയ്ത് പാർക്കിങ് ഇപ്പോൾ റോഡ് വഴിയാണ് എപ്പോഴും ട്രാഫിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ചിന്നക്കനാലിലേക്കും ഉണ്ട്. അതിനെ ട്രാഫിക് ഇല്ലാത്ത രീതിക്ക് ഞങ്ങൾ ഒരു പദ്ധതി ഉണ്ടാക്കി നമ്മൾ പാർക്കിംഗ് ചെയ്യണം. പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളൂ. വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന പ്രദേശമാണ് കൊളുക്കുമല. ഈ 4 ദിവസം കൊണ്ട് തന്നെ 11,000-ത്തിലധികം സഞ്ചാരികളാണ് കൊളുക്കുമല സന്ദർശിച്ചത്. അപ്പോൾ ഈ ടോയ്ലറ്റിന്റെ ഒരു അപര്യാപ്തതെല്ലാം സഞ്ചാരികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതിനുള്ള നടപടിയൊക്കെ ഉണ്ടാക്കും? അത് കണ്ടിപ്പായിട്ടും ഞങ്ങൾ ഉണ്ടാക്കും. ടോയ്ലറ്റുകളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. കമ്പനി മാനേജറുടെ അടുത്തും പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് സ്ഥലം മേടിച്ച് ആ ടോയ്ലറ്റ് ഉണ്ടാക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് ഒരു ടൂറിസ്റ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നല്ല രീതിക്ക് ഞങ്ങൾ ചെയ്തോളൂ. നിരവധി ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു LDF പഞ്ചായത്താണ് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും? ഈ ചിന്നക്കനാൽ പഞ്ചായത്തിൽ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു വേസ്റ്റ് മാനേജ്മെൻറ്റിനെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അന്ന് 4 പേരെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് ഒരാൾ കേപ്പ് മുതൽ ചാക്കുമായിട്ട് നടന്ന് പ്ലാസ്റ്റിക്കും മറ്റുള്ള മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് പറക്കി കൂട്ടിയിട്ട് വണ്ടിക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതായിരുന്നു. ഈ വേസ്റ്റ് ഡംപ് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൂന്നാർ പഞ്ചായത്തുകാർ ചിന്നക്കനാൽ പഞ്ചായത്ത് വന്ന് കയ്യേറ്റം നടത്തി കേപ്പിൻ്റെ അടുത്ത് കൊണ്ട് തള്ളി ഇവിടുത്തെ മാലിന്യം കൊണ്ട് ഇട്ട് അവിടെ ജനങ്ങൾക്കൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞാനും അന്നത്തെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന അജിത് സാറും 4 ഏക്കർ സ്ഥലം പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് വേട്ടുവാന്തേരിയിൽ ഏറ്റെടുത്ത് പഞ്ചായത്ത് പ്രോപ്പർട്ടി എന്ന ബോർഡ് വെച്ച് അവിടെ മാലിന്യങ്ങൾ ഡംപ് ചെയ്തിരുന്ന ഒരു പ്രശ്നമില്ലാതെ പോകുന്നത് വെച്ചാണ്. അതിനുശേഷം വന്ന കമ്മിറ്റിക്കാർ അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് പൈസ മുടക്കി ഇവിടെ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ പഞ്ചായത്തിന് 4 ഏക്കർ സ്ഥലമുണ്ട്.
ഏറ്റെടുത്ത സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇത് കൃത്യമായി നിക്ഷേപിക്കുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചാൽ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഈ വേസ്റ്റിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല. വ്യക്തി ഇട്ടിട്ട് ഈ വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിട്ട് ആഴ്ചയിൽ 2 ദിവസം കൊണ്ട് നിക്ഷേപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നാട് മുഴുക്കെ, അത് ചിന്നക്കനാലിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം ഗവൺമെൻറ്റിൻ്റെ ഇല്ല, മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനുകളോ പഞ്ചായത്ത് ഭരണസമിതികളോ കർശന നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് മാലിന്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് നിയമം മൂലം നിരോധിക്കാമല്ലോ, സർക്കാർ ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയണം. ഇവിടെ അക്യൂപ്പിലാണ് വെള്ളം, അതിലൊക്കെ ഇവിടെ കുടിവെള്ളം വരുന്നതെല്ലാം കടകൾ വിൽക്കുന്നതെല്ലാം പ്ലാസ്റ്റിക് കുപ്പിക്കകത്താണ്, എല്ലാം പ്ലാസ്റ്റിക് കുപ്പിക്കകത്താണ്. അപ്പോൾ ഇത് നിയമം മൂലം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യണം, പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യണം. നമ്മുടെ ഈ മേഖലയിൽ ഇപ്പം തന്നെ ഒരു വാർഡിൽ ഒരാളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ഉത്തരവായിട്ട് 3-4 മാസമായി, ഇതുവരെ അത് പോസ്റ്റിംഗ് ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ പുതിയ ഭരണസമിതിയും പ്രസിഡന്റും വന്ന ശേഷം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും എല്ലാം ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഉടനെ തന്നെ അത് പോസ്റ്റ് ചെയ്യും. ഈ വേസ്റ്റിൻ്റെ കാര്യം പ്രധാനപ്പെട്ട കേസാണ്. അത് പരമാവധി അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് അവർ തന്നെ അത് നശിപ്പിച്ച് കളയണമെന്ന് നിലപാട് സ്വീകരിക്കാതെ പൊതുസ്ഥലങ്ങൾ കൊണ്ട് തള്ളുന്ന ആളുകളെ പിടിച്ച് നിയമം മൂലം ശിക്ഷിക്കണം. ഇത് ശിക്ഷിക്കാൻ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടപെടും. ഈ ഒരു വർഷം മാപ്പാക്കാൻ പറയും, അങ്ങനെ മാപ്പാക്കും. വീണ്ടും അവൻ തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം, ഈ സൂര്യനെല്ലിയിലേക്ക് ചിന്നക്കനാല് വിലക്ക് നിന്ന് സൂര്യനെല്ലിക്ക് പോകുമ്പോൾ ബാംഗ്ലൂർ കമ്പനിക്കാർ സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു വുഡ്ലാൻഡ് ഹോട്ടൽ പണിയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആ സ്ഥലം ഒരു കാലത്ത് ഏലത്തോട്ടമായിരുന്നു. അവിടെ 10-12 തൊഴിലാളികൾ പണിത് കൊണ്ടുവന്ന തോട്ടമാണ്. ഇന്ന് അവിടെ എല്ലാം ഈ വേസ്റ്റ് കൊണ്ടെന്ന് ചോദിക്കാനും പറയാനുള്ളതുകൊണ്ട് തള്ളുകയാണ്. അതുപോലെ തന്നെ പല കല്യാണവും മറ്റുള്ള വിരുദ്ധങ്ങളൊക്കെ സംഘം നടത്തുമ്പോൾ അവിടെ തന്നെ വേസ്റ്റുകൾ കൊണ്ടുപോയി എവിടെ റോഡ് സൈഡ് എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 10-25,000 ശിക്ഷിക്കാനുള്ള വകുപ്പൊക്കെ പഞ്ചായത്തിലുണ്ട്. പഞ്ചായത്ത് അങ്ങനെ ശിക്ഷണ നടപടികളുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നം ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റുള്ളൂ. അത് പുതിയ ഭരണസമിതി അങ്ങനെ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മുൻപത്തെ ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വലിയ വീഴ്ച വരുത്തിയെന്നാണ് പറയുന്നത്. മുമ്പത്തെ ഭരണസമിതി മാലിന്യം വീഴ്ച വരുത്തുന്നതല്ല ഞാൻ പറയുന്നത്, ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇവിടുത്തെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുപോയി ഇവിടെ ഈ പ്ലാസ്റ്റിക് ഇതെല്ലാം ഡംപ് ചെയ്ത് ഇത് ഉരുക്കി പൊടിച്ച് ഏർപ്പാടാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 10-50 ലക്ഷം രൂപ അവിടെ മുടക്കിയിട്ടുണ്ട്. 50 ലക്ഷം രൂപ മുടക്കിയിട്ട് ആ മേടിച്ച മെഷീനറികളെല്ലാം തുരുമ്പ് പിടിച്ച് അവിടെ കിടക്കുന്നല്ലാതെ അത് ഉപയോഗിച്ചിട്ടില്ല. അതിനൊരു ബിൽഡിംഗ് പണിത് വെച്ചു. ആ ബിൽഡിംഗ് പണിതിട്ടുണ്ട്. ആ ബിൽഡിങ്ങിനകത്ത് കൊണ്ട് ഇപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. അതിൻ്റെ അടുത്താണ് ഇവിടുത്തെ മാതൃകാ കോളനി എന്ന് പറഞ്ഞ കോളനി സ്ഥിതി ചെയ്യുന്നത്. വ്യാപകമായ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത്. മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ കാരണം എന്താ? വാട്ടർ ബോൺ ഡിസീസാണ്. വെള്ളം അശുദ്ധമാകുന്നു. എന്ന് വെച്ചാൽ ഈ മാലിന്യങ്ങളൊക്കെ ഒഴുകി വന്ന് വെള്ളത്തിൽ വീഴുന്നു. അതിൻ്റെ ഫലമായിട്ട് വെള്ളം അശുദ്ധമാകുന്നു. ആ വെള്ളം കുട്ടികൾ കുടിക്കുന്നു. ബഹുഭൂരിപക്ഷം സ്കൂൾ കുട്ടികളാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാർ 2 ഡോക്ടറെ വെച്ചിരിക്കുക. വാടാപോട സംഘം പോലെ ആരോഗ്യ വകുപ്പ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇടുക്കി ജില്ലയിൽ DMO വിളിച്ചു പറഞ്ഞാൽ DMO എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ എങ്ങനെ ആരോഗ്യ മേഖല നശിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആളെ ഇടുക്കി ജില്ലയിലെ DMO. ഈ ഹോസ്പിറ്റലിൽ 2 പെർമനന്റ് ഡോക്ടർമാരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഡെയിലി വേജസ് വെച്ച് 2 പേരുണ്ട്. അവർ വന്നാ പോയി. ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ് ചിന്നക്കനാൽ പഞ്ചായത്ത്. നിങ്ങൾക്കറിയാം, ഇടമലക്കുടി ഒരു പഞ്ചായത്താണെങ്കിൽ ഇത്രയും ആളുകളില്ല. ചിന്നക്കനാൽ പഞ്ചായത്തിൽ 3000-ഓളം വരുന്ന ആദിവാസികളുണ്ട്. അവരുടെ ഫണ്ടുകളൊക്കെ കൊണ്ടുവന്ന് ഇതിന്റെ മറവിൽ ദുർവിനിയോഗം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ശക്തമായ നിലപാട് പുതിയ ഭരണസമിതിയെ ബന്ധപ്പെട്ട് നടത്തിക്കാൻ വേണ്ടി LDFന്റെ ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഞാൻ ഇടപെടും. അതിലൊരു സംശയം വേണ്ട. ഇത്തവണ സമഗ്ര വികസനം നടത്തി ഭരണ തുടർച്ച ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. സൂര്യനെല്ലി അപ്പർ സൂര്യ റോഡ് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി MLA ഫണ്ട് അനുവദിച്ചു 30 ലക്ഷം രൂപ. ആ ഫണ്ട് അനുവദിച്ചിട്ട് മാസങ്ങളായി ആരും ഇടപെട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇടപെട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് നാളെ എടുക്കുകയാണ്. അതുപോലെ അപ്പർ സൂര്യനെല്ലി ഗുണ്ടുമല നാഗമല റോഡ്, ആ നാഗമല റോഡിന് 30 ലക്ഷം അനുവദിച്ചിട്ട് 7-8 മാസമായി ഒരു പണിയും ചെയ്തിട്ടില്ല. അതിപ്പോൾ ഇടപെട്ടുകൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. പാപ്പാത്തിച്ചൊല്ല റോഡ് MLA ഫണ്ട് 20 ലക്ഷം രൂപ പണിതിട്ടില്ല. ചിന്നക്കനാലിലെ ലക്ഷം വീട് മില്യൻ കോളനി കുടിവെള്ള പദ്ധതി, നിലവിൽ പ്രവർത്തിച്ചു വന്ന കുടിവെള്ള പദ്ധതി, NHന്റെ വികസനവുമായി ബന്ധപ്പെട്ട് NHകാർ അതെല്ലാം വലിച്ചു മാന്തി തൂര കളഞ്ഞതാണ്. അവർ പറഞ്ഞിരുന്നു പണി കഴിയുന്ന മുറയ്ക്ക് ഞങ്ങൾ ഈ പണിയെല്ലാം ചെയ്ത് ഈ കുടിവെള്ള പദ്ധതി പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചെയ്തില്ല. അത് പുതിയ ഭരണസമിതി ഇടപെട്ടുകൊണ്ട് NHകാർക്ക് നോട്ടീസ് കൊടുക്കാനും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ദേവികുളം MLA രാജ
20 ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. സമഗ്രമായ ഒരു വികസനം, കുടിവെള്ള പ്രശ്നങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാം നല്ല രീതിയിൽ നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഒരു മാതൃകാ പഞ്ചായത്തായി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതായാലും ഇത്തവണത്തെ ഭരണസമിതി സമഗ്രമായ വികസനം നടത്തി ഒരു മാതൃകാ പഞ്ചായത്തായി മാറും എന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.